നീലേശ്വരം എന്ന് പറയുന്നത് എന്തോ ഒരു കുഗ്രാമമാണ്. അവിടെ മനുഷ്യരൊന്നും മലയാളം സംസാരിക്കില്ല. ആ ഗ്രാമത്തിൻ്റെ ഒരു നന്മ തീർച്ചയായിട്ടും എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെ. ഞാനിനി പുറത്തിരുന്ന് കളിക്കുകയാണെങ്കിൽ ആ ബീറ്റ് കറക്റ്റ് വരുമ്പോൾ ഞാൻ ഉടുപ്പെടുത്തിട്ട് അതുപോലെ കെട്ടിയിട്ട് അതെന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, ആരെങ്കിലും കാണാൻ അങ്ങനെയൊന്നുമില്ല. അതെൻ്റെ ഒരു ജോലിയാണ്. അതെനിക്ക് എന്ത് ഭയങ്കര ക്രേസാണ്. കാവ്യയെക്കുറിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, എന്നാലും കാവ്യയെ പറ്റിയുള്ളൊരു ആമുഖം നമുക്ക് കാണാം. കാവ്യ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറേ അവാർഡ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അഭിനേത്രി ആകുന്നതിന് മുമ്പ് തന്നെ കാവ്യ സ്റ്റാറായി അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രാമമുണ്ട്, കാവ്യയുടെ സ്വന്തം ഗ്രാമം. അത് കാണാം. ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ കാവ്യയുടെ പ്രിയപ്പെട്ട ഗ്രാമത്തെ? ഇപ്പൊ കണ്ടല്ലോ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇത് കാണിച്ചാൽ എന്താ വെച്ചാല്, എൻ്റെ സിനിമയിലുള്ള പല എൻ്റെ സഹപ്രവർത്തകരുടെയും വിചാരം ഭൂമിയുടെ ഏറ്റവും അറ്റാണ് നീലേശ്വരം എന്നുള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ അതിൻ്റെ അപ്പുറത്ത് വലിയ കുഴിയായിരിക്കും അല്ലേ, കാരണം ഭൂമിയുടെ ഏറ്റവും അറ്റല്ലേ നിങ്ങളവിടെയൊക്കെ ബസ്സൊക്കെ പോവോ, നിങ്ങൾ ഇങ്ങനെ വള്ളിയിൽ തൂങ്ങിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അവരുടെ വിചാരം നീലേശ്വരം എന്ന് പറയുന്നത് എന്തോ ഒരു കുഗ്രാമമാണ്. അവിടെ മനുഷ്യരൊന്നും മലയാളം സംസാരിക്കില്ല, വേറെന്തോ ഭാഷയാണ് സംസാരം. അപ്പം ഇത് കാണിച്ചതിൽ എനിക്കൊരു സന്തോഷം. അങ്ങനെ എല്ലാതും കാണിക്കാം. ഈ ഗ്രാമത്തിലെ ചില ആൾക്കാർ കാവ്യ വേറെ 2-3 പേരുകളൊക്കെ വിളിക്കാറുണ്ടല്ലേ. കാവ്യ ഈസ് നോൺ ആസ് മീനുക്കുട്ടി, പിന്നെ വേറൊരു പേരെന്താ, കുഞ്ഞി. ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാവ്യ മോള് പോകുന്ന വഴിയിലുള്ള എല്ലാ കടകളിലും കയറി അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എന്റെ അമ്മയല്ലാതെ വേറെ ആരും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചോക്ലേറ്റും മേടിച്ച് ഐസ്ക്രീം കഴിച്ചിട്ട്. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും ആ ഗ്രാമത്തിന്റെ ഒരു നന്മ തീർച്ചയായിട്ടും എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോണ ഞങ്ങളുടെ രാജാ റോഡ്, ആ രാജാ റോഡ്, കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഷോപ്പിലാണ് വളർന്നതെല്ലാം. കുഞ്ഞായിരിക്കുമ്പോഴും അമ്മ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും പരിചയക്കാരാണ്. അവിടുത്തെ ഒരു കടകളോ ഒരാളോ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛന് പിന്നെയും എന്നെ കഴിഞ്ഞിട്ടേ പരിചയമുള്ളൂ. എനിക്ക് ഒരാളെ മാത്രമല്ല, എനിക്ക് അവരെ അമ്മാവനും അപ്പൂപ്പനും എല്ലാവരും പരിചയമാണ്. അപ്പം അച്ഛനൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഇവൾക്കെങ്ങനെ, ഞാൻ ഇത്രയും വർഷം ഇവിടെ ജീവിച്ചിട്ട് എനിക്കറിയില്ല ഇത്രയും ആൾക്കാരാ, നിനക്കെങ്ങനെ ഇതൊക്കെ അറിയണമെന്നുള്ളത്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് കാവ്യ ഒരു കൊച്ചു കലാകാരിയായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം. കാവ്യ തന്നെത്താൻ ഒരുങ്ങി ഡാൻസ് ചെയ്യുമായിരുന്നു വീട്ടില്. ചില ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടായിരുന്നു, ചില പെർഫോമൻസസ് ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പരിചയക്കുറവോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആര് വീട്ടിൽ വന്നാലും അവർ പോകുമ്പോൾ ഫുൾ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് അതിനനുസരിച്ച് ഡാൻസ് ചെയ്യുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സമയത്ത് വന്ദനം എന്ന് പറയുന്ന പടത്തിൽ അന്തിപ്പൊൻ വെട്ടം എന്നുള്ളൊരു സോങ് ഉണ്ട്. അതിനകത്ത് കുറേ ഡാൻസേഴ്സ് ഒരു കച്ചവും ബ്ലൗസും മാത്രം ഇട്ടിട്ട് തലയിലൊരു എന്തോന്ന് വെച്ചിട്ട് താനാത്തിന്താനാന്ന് പറഞ്ഞിട്ടൊരു ബിറ്റുണ്ട്. അതെനിക്ക് എന്തോ ഭയങ്കര ക്രേസാണ്. ഞാനിനി പുറത്തിരുന്ന് കളിക്കുകയാണെങ്കിൽ ആ ബീറ്റ് കറക്റ്റ് വരുമ്പോൾ ഞാൻ ഉടുപ്പെടുത്തിട്ട് അതുപോലെ കെട്ടിയിട്ട് മറ്റേ ഒന്നിക്കൽ ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ഇതുപോലെ അതെന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, ആരെങ്കിലും കാണാൻ അങ്ങനെയൊന്നുമില്ല. അതെൻ്റെ ഒരു ജോലിയാണ്. ആ മ്യൂസിക് വരുമ്പോൾ അത് ചെയ്യാം. ആ വിഷ്വൽ ഇപ്പൊ കാണുമെന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ ആദ്യമായിട്ട്
കാവ്യയുടെ മുഖത്ത് മേക്കപ്പ് ഇട്ടതാരാന്ന് ഓർക്കുന്നുണ്ടോ? ജയേട്ടൻ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എത്ര വയസ്സില്? എനിക്കൊരു 3 വയസ്സ് കഷ്ടിയുണ്ടാവും. അതെന്നെ എന്താ വേഷം കെട്ടിച്ച് ചോദിക്കണം കേട്ടോ. ജയേട്ടന് കാവ്യയോട് എന്തോ പറയാനുണ്ട്, നോക്കാം. മീനു മോള് ആദ്യമായി മുഖത്ത് ചായമിടുന്നത് ഇതുപോലെ നൃത്തനത്തിലായിരുന്നോ? മോൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. 3.5 വയസ്സിൽ മാധവേട്ടൻ, മോളുടെ അച്ഛൻ, എൻ്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവന്ന് ഇരുത്തി. അരയില ദേഹത്ത് എന്താ ഡ്രസ്സൊന്നുമില്ല, ഒരു ചെറിയൊരു മുണ്ട് മാത്രം, സെറ്റ് മുണ്ട് മാത്രം ഉടുപ്പിച്ച് എൻ്റെ ജയ മോൾക്ക് നല്ലൊരു ഫാൻസി ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, ഫസ്റ്റ് കിട്ടണം എന്തായാലും എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ മോളെ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ടോ ഞാൻ എന്താ മോക്ക് ചെയ്തു തന്ന വേഷം ഓർമ്മയുണ്ടോ മോക്ക്? മുത്തശ്ശി. സാധാരണ മുത്തശ്ശിയല്ല, മുതുമുത്തശ്ശി. മോളെന്താ അന്ന് പറഞ്ഞ സംഭാഷണം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ എനിക്ക്? എന്ന് ഞാൻ പറയാം. മക്കളെ മക്കളെ, ഈ ഹോമിയോ ആസ്പത്രിയിൽ പോകുന്ന വഴി ഏതാ മക്കളെ? തീരെ വഴിയ. അയ്യോ എൻ്റെ പൊന്നു മക്കളെ എന്നും പറഞ്ഞ് മോള് സ്റ്റേജിൽ നിന്ന് സങ്കടത്തോടെ പുറത്ത് വന്ന് അപ്പോഴാണ് അമ്മ മനസ്സിലായത്, ഇതാണ് എൻ്റെ മോളെങ്ങ് കെട്ടിപ്പിടിച്ചു. മോള് കരയാനും തുടങ്ങി. പക്ഷേ ആ കരച്ചിൽ നിർത്തി എപ്പോഴാണെന്നറിയോ? മോളുടെ സമ്മാനം പ്രഖ്യാപിച്ചു. ഫസ്റ്റ് പ്രൈസാണ് മോക്ക് കിട്ടിയത്. ഹൗ സ്വീറ്റ്! ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ഫസ്റ്റ് പ്രൈസ്. ഇപ്പൊ ഇവിടെ ഒരു സമ്മാനവും കൊണ്ട് ഒരാളിവിടെ വന്നിട്ടുണ്ട് കാവ്യയെ കാണാൻ. ഒന്ന് വിളിക്കുപോലെ ചെയ്തിട്ടില്ല. വിളിക്കാൻ പാടില്ല എന്ന് ഓർഡർ ഉണ്ട്. അങ്ങനെ പറയാതെ ഒരു സമ്മാനം കിട്ടുമ്പോഴല്ലേ അതിന്റെ ഒരു ത്രില്ല്. തീർച്ചയായിട്ടും. ഇത് മോക്ക് തന്നെന്തിനാ അറിയോ? ഇതിൽ എഴുതി എന്താ വായിച്ചു നോക്കി. മീനുകുട്ടിക്ക് സ്നേഹപൂർവ്വം ജയേട്ടൻ. നമ്മള് മീനുകുട്ടി എന്നാ ഇവള് വിളിക്കുക. കാവ്യാന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട മീനുകുട്ടിയാണ്. ഗദ്ദാമിയുടെ അഭിനയം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ട സിനിമയിൽ അത്രയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2ാം ക്ലാസ് പഠിക്കുന്ന ഗൗരി മോള് പോലും കരഞ്ഞുപോയി അതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. ചേച്ചി രക്ഷപ്പെടുക അച്ഛാ, ചേച്ചി രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നെ കരഞ്ഞു. അത് വന്നോടെ ഞാൻ നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അവസാന റൗണ്ട് വരെ എത്തി. ആദ്യമായി മേക്കപ്പ് ഇട്ട ആ മാഷിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം മേടിക്കുക, നല്ലൊരു അഭിപ്രായം കേൾക്കുക, അതാണ് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്നത്. അന്ന് ജയേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ, ജയേട്ടൻ എന്നെ സിനിമ കണ്ടിട്ട് വിളിച്ചിട്ടുള്ള വളരെ അപൂർവമാണ്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതാണ് അച്ഛൻ ഏറ്റവും വലിയ അവാർഡ്. കാരണം എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുവന്ന ഒരാളാണ്. എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് തന്ന ഒരാളാണ്. എന്നെ ആദ്യം എൻ്റെ തുടക്കം എന്നെ 2ാം ക്ലാസ് തുടങ്ങിയിട്ട് മോണാക്ട് ഒരു 6ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ ജയേട്ടനാണ് എന്നെ മോണാക്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാളുടെ വായിൽ നിന്നുള്ളൊരു അഭിനന്ദനം എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനത് ജേട്ടൻ വിളിച്ച ഉടനെ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു. താങ്ക് യു വെരി മച്ച്. കുട്ടിക്കാലത്തെ ഒരു പെർഫോമൻസ് കണ്ടാലോ? ഇത് ഇവിടുന്ന് എൻ്റെ കയ്യിൽ പോലും ഇല്ല അല്ലേ? ഈ ഡാൻസ് പഠിപ്പിച്ചു തന്നത് ആരാണ്? നിർമ്മഴി. ഇത് ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ശ്യാമള ടീച്ചർ അല്ലേ? ആ ടീച്ചറിന് എന്തോ പറയാനുണ്ട് കാവ്യയോട്. കാവ്യമോളെ, മുട്ടായി കൊതിച്ചി ഓർമ്മയുണ്ടാ? മുട്ടായി കാണിച്ചിട്ട് പഠിപ്പിക്കുന്ന കാര്യം. മുട്ടായിയും കാണിച്ച് പഠിപ്പിച്ച് അവസാനം ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് മുട്ടായിയുടെ മേലേക്ക് ഒരു ചാടി വീഴലാണ്. ഓർമ്മയുണ്ടോ ഇതെല്ലാം? ഡാൻസ് കളിക്കുമ്പോൾ ഒരു ദിവസം മുറിയിൽ കയറിയിട്ട് വാതിലടിച്ചിട്ട് വാതിൽ തുറക്കാൻ കഴിയാതായത്. 2 പേര് ടീച്ചറും കുട്ടിയും ഒരേ കരച്ചിൽ. ഓർമ്മയുണ്ടോ? അവസാനം മാധവട്ടം വന്നിട്ട് വാതിൽ തുറന്നിട്ട് വരുമ്പോൾ സന്തോഷമായി. അപ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ചില്ലേ എനിക്ക്? എന്തായാലും ഒരു മുട്ടായി കാണിച്ചതിനെ പഠിപ്പിച്ചിട്ട് നീ വലിയ പ്രശസ്തയായ നടിയായി അല്ലേ?
ഇടയ്ക്കൊന്ന് വിളിക്കണം എന്നുണ്ടായിട്ടില്ലേ, ടീച്ചറെ ഒന്ന് വിളിച്ചുകൂടെ ഇടയ്ക്ക്? നിൻ്റെ ഓരോരു അവാർഡ് കിട്ടുമ്പോഴും, എനിക്ക് ഓരോ സിനിമയിൽ അവാർഡ് കിട്ടുമ്പോഴും എല്ലാം ടീച്ചർ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നുമല്ല എങ്കിലും ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തരുതെന്ന് പറഞ്ഞാൽ എനിക്കത് അത്രയും വലിയൊരു സമ്മാനം, ഒരു നിധി പോലെയാണ് എനിക്കത് തോന്നുന്നത്. ഒരു നിധി കിട്ടിയ പോലെയാണ് തോന്നുന്നത്. കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. എനിക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് തുടങ്ങിയത് ഞാനല്ലേ. അപ്പം എൻ്റെ തുടക്കം എനിക്കൊരിക്കലും ഒരു മോശം വന്നിട്ടില്ല, ഏറ്റവും നല്ല തന്നെയായത്. അതിൽ ഞാൻ എക്കാലത്ത്, ഞാൻ മരണം വരെ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ച് ഇനിയും അതുപോലെ അവാർഡുകളൊക്കെ കിട്ടി നല്ലതായി തീരാൻ ഞാൻ എപ്പോഴും അനുഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാ നന്മയും വരട്ടെ. കാവ്യ വിളിക്കാറില്ലേ? വിളിക്കാത്തതല്ല ചേച്ചി, ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റിക്കൊണ്ടിരിക്കും. ടീച്ചർ വർഷങ്ങളായിട്ടൊരു ജവഹർ കോളനി തന്നെ അവിടെയാണ് വർഷങ്ങളായിട്ട് ടീച്ചർ താമസം. പിന്നെ ടീച്ചർ അവിടുന്ന് താമസം മാറി വേറൊരു സ്ഥലത്തായി. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ടീച്ചറെ കിട്ടുന്നേ ഇല്ല. ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ പോകുന്നത് പിന്നെ വളരെയധികം കുറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉള്ളൂ. പിന്നെ എന്തായിരുന്നു ആ കഥ? ഏതോ ഒരു സംഭവം അതിനെ പറ്റി പറഞ്ഞു? ഇല്ല, അത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ചേട്ടൻ്റെ ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അതിനെന്തോ ഒരു ലോക്ക് പ്രശ്നം എപ്പോഴോ പറ്റിയതാണ്. അത് നേരെ ആക്കിയിട്ടേ ഇല്ലായിരുന്നു. അത് ശക്തിയിൽ അങ്ങനെ അടഞ്ഞു പോയാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഹോളിൽ നിന്നാണ് എന്നും ഡാൻസ് പഠിപ്പിക്കാറ്. അപ്പം ഞാൻ ഡാൻസ് കളിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും നോക്കി. എനിക്ക് ആ സമയം കാലുവേദന വരും, വയറുവേദന വരും, ബാത്റൂമിൽ പോകാൻ തോന്നും. എനിക്കങ്ങനെ അങ്ങനെ എന്തോ ഇതാക്കി അന്ന് ആരോ വന്നപ്പോൾ ആ ചേട്ടൻ്റെ റൂമിൽ ഡാൻസ് പഠിപ്പിക്കാന്നിട്ട് കയറിയതാണ്. പെട്ടെന്ന് എന്തോ കാറ്റ് വന്നപ്പോൾ ഈ വാതിൽ ശക്തിയിൽ അടഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അച്ഛൻ വിചാരിച്ച തുറക്കേണ്ട കാര്യമുള്ളൂ. അതിനകത്തൊന്ന് സുഖമായിട്ട് അതുവരെ ഡാൻസ് പഠിക്കുകയും ചെയ്യാം. ഞാനാണെങ്കിൽ കാരണം കാത്ത് നിൽക്കല്ലേ. ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് വിളിച്ച് എൻ്റെ കരച്ചിൽ ടീച്ചറും കരയാൻ തുടങ്ങി. അങ്ങനെ അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ വന്നിട്ട് വാതിൽ തുറന്നു. പിന്നെ കരഞ്ഞ ക്ഷീണായില്ലേ, അന്ന് ഡാൻസ് പഠിച്ചില്ല. അന്നത്തെ ഡാൻസ് ക്ലാസ് അങ്ങനെ പോയി. ടീച്ചർ പറഞ്ഞ വളരെ സത്യമാണ്. മുട്ടായി കാണിച്ചിട്ടാണ് എന്നെ എന്നും ടീച്ചർ, ഞാൻ അരമണ്ഡലത്തിൽ ഇരിക്കണമെങ്കിൽ മുട്ടായി ഇവിടെ വെച്ചിട്ടുണ്ടാവണം. ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഞാൻ നിർത്തി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ് എനിക്ക് കിട്ടണില്ല എന്നുള്ള സത്യമാണ്. എവിടെയായിരുന്നു ആക്ച്വൽ സ്കൂൾ പഠനം? നീലേശ്വരത്ത് തന്നെയാണ് എൻ്റെ LKG UKG തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം നീലേശ്വരം തന്നെയാണ്. പിന്നെ ഞാൻ 11th 12th പ്രൈവറ്റായിട്ട് ഓപ്പൺ സ്കൂളിലാണ് രജിസ്റ്റർ ചെയ്ത് പഠിച്ചത്. പക്ഷെ അന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതെ അല്ലേ? ഇപ്പോൾ LKGയിലും UKGയിലും പഠിപ്പിച്ച ഒരാള് കാണാൻ പറ്റും. അയ്യോ, ഞാനിവിടെ തന്നെ കരയിപ്പിക്കൂട്ടോ പോണതിന് മുമ്പ്. അയ്യോ ടീച്ചർ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഓർമ്മകൾ എന്താണ്? നീനു മോളാണ്. LKG UKG ആകുമ്പോൾ കാവ്യ മോളായി. എങ്ങനെയുണ്ടായിരുന്നു LKG UKGയിലെ മീനുമോള്? നല്ല മിടുക്കിയായിരുന്നു. വേനിറങ്ങിയിട്ട് വേഗം തൂക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടീച്ചർമാർ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ കാവ്യമോളെ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കും. എല്ലാവരും ഫ്ലാറ്റ് ആവും. ഞാനൊരിക്കൽ പിന്നെ മാലതി ടീച്ചർ കുട്ടികളിൽ നിന്ന് അങ്ങനെ വേണ്ടാതെ അടിക്കുകയൊന്നുമില്ല. ഒരു പ്രാവശ്യം മാലതി ടീച്ചർ എൻ്റെ ഒന്ന് അടിച്ചു. അപ്പം അന്ന് എനിക്ക് അപ്പം ടീച്ചർ എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം എനിക്ക് ടീച്ചർ എന്നുള്ള റിലേഷനേക്കാൾ ഉപരി എൻ്റെ സ്വന്തം എന്നുള്ളതാണ്. അപ്പം എന്നെ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര, അപ്പം ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി നാളെ തുടങ്ങി സ്കൂളിൽ പോകണില്ല. അപ്പം ഞാൻ നാളെ തുടങ്ങി എന്ത് പറ്റി, മാലതി ടീച്ചറിനെ അടിച്ചു, അതുകൊണ്ട് ഞാൻ പോകണില്ല. എന്തിനാ അടിച്ചത്? നീ എന്തെങ്കിലും പിന്നെ ടീച്ചർ പറഞ്ഞെന്തെങ്കിലും ചെയ്യാതിരുന്നു? എല്ലാം ചെയ്തു, പിന്നെന്താ നിന്നെ അടിച്ചത്? അപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ട് ഈ ഇൻ്റർവെല്ലിൻ്റെ പീരീഡ് കഴിക്കാൻ സ്നാക്സ് തരുമല്ലോ, അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഭയങ്കര കഴിപ്പ്. ടീച്ചർ നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരാൾ മാത്രം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. നല്ല ഒരെണ്ണം തന്നു. തല്ലെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്നും തന്നിട്ടുള്ളൂ കേട്ടോ. എനിക്കതെന്തോ ഭയങ്കര വലിയ സംഭവമായിട്ട്
അന്ന് ഭയങ്കര പരാതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാണ്, എൻ്റെ നല്ല സ്നേഹമുള്ള കുട്ടി. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ടീച്ചർ എൻ്റെ ചേട്ടനെയും പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും എത്ര കാലങ്ങൾക്ക് ശേഷം കാണുന്നേ? ഈ എറണാകുളത്ത് താമസം തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷെ എന്നൊക്കെ ടീച്ചർ വീട്ടിൽ വരുന്നോന്ന് ഞങ്ങൾ ഉണ്ടാവില്ല. എന്നൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടോ അന്ന് ടീച്ചർ ഉണ്ടാവില്ല. അന്ന് ടീച്ചർ നീലേശ്വരം പോയിണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിലും കൂടി അമ്മ വിളിച്ചപ്പോ അമ്മ പറഞ്ഞതേ ഉള്ളൂ, ടീച്ചർ എന്തോ ഒരു കാണാൻ പാടില്ല എന്നൊക്കെ ഉള്ള പോലെ. ഇപ്രാവശ്യം കുറച്ച് ദിവസം വീട്ടിൽ നിന്നപ്പോ അമ്മ വിളിച്ചു, ടീച്ചറെ ഞങ്ങളുണ്ട് കുറച്ച് ദിവസം, ടീച്ചർ ഒരു ദിവസം വാ. അപ്പോഴേക്കും ടീച്ചർ വേറെ എവിടെയോ. ഇപ്പൊ നോക്കൂ കാണാൻ